ചക്കപ്പഴം കഴിച്ചാൽ ഫിറ്റാകുമോ? ഏതാനും ദിവസം മുൻപ് ചക്ക ഒരു KSRTC ഡ്രൈവർക്ക് പണി കൊടുത്ത സംഭവം മിക്കവരും അറിഞ്ഞു കാണും. പന്തളം KSRTC ഡിപ്പോയിലെ ജീവനക്കാർക്കാണ് പണി കിട്ടിയത്. ചക്ക കഴിച്ചവരെല്ലാം ബ്രെത്ത് അനലൈസർ ആപ്പിലാക്കി. രാവിലെ ഡ്യൂട്ടിക്കെത്തിയ ഡ്രൈവർ കൊണ്ടുവന്ന ചക്കപ്പഴം എല്ലാവരും ആസ്വദിച്ചു കഴിച്ചു. എന്നാൽ പണി കിട്ടിയത് വെറും വയറ്റിലാണെന്ന് പോലും ഓർക്കാതെ 3-4 ചക്കച്ചുള കഴിച്ച ഒരു ഡ്രൈവർക്കായിരുന്നു. ഡിപ്പോയിൽ പതിവായി നടക്കുന്ന ഊതിക്കൽ പരിപാടിയിൽ ബ്രെത്തലൈസർ 0-ൽ നിന്ന് 10-ലേക്ക് കുതിച്ചു. എന്നാൽ അപ്പോഴും ചക്കയെ ഒന്ന് സംശയിക്കുക പോലും ചെയ്യാതെ ഡ്രൈവർ പറഞ്ഞു, "ഞാൻ മദ്യപിച്ചിട്ടില്ല സർ." പിന്നീട് പലരും ചക്കച്ചുള കഴിച്ച് ഊതിയപ്പോൾ ബ്രെത്തലൈസർ അവരെല്ലാം ഫിറ്റാണെന്ന് വിധിയെഴുതി. ചക്കപ്പഴം പോലെ തന്നെ അരിഷ്ടവും പ്രശ്നക്കാരനാണ്. എന്തായാലും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുകയാണ് ഹൈക്കോടതി. വാഹന പരിശോധനയിൽ ബ്രെത്തലൈസർ ഉപയോഗിക്കുന്നതിന് മുൻപ് എയർ ബ്ലാങ്ക് ടെസ്റ്റ് നിർബന്ധമാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. തിരുവനന്തപുരം സ്വദേശി ശരൺകുമാർ എസിനെതിരായ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് VG അരുൺ ഉത്തരവ് പുറപ്പെടുവിച്ചത്. മദ്യപിച്ച് വാഹനമോടിച്ചെന്ന സംശയത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ശരണിനെ ബ്രെത്തലൈസർ പരിശോധനയ്ക്ക് ശേഷം സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. എന്നാൽ കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ടിൽ ഹർജിക്കാരന്റെ ശ്വസന സാമ്പിൾ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ബ്ലാങ്ക് ടെസ്റ്റിൽ റീഡിംഗ് 412 മില്ലിഗ്രാം 100 ml ആയിരുന്നു കാണിച്ചത്. മറ്റ് വൈദ്യപരിശോധനകളൊന്നും നടത്താത്തതിനാൽ മദ്യത്തിന്റെ അളവ് കണ്ടെത്താനും സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനമോടിക്കൽ പ്രകാരമുള്ള കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. പരിശോധന നടത്തുമ്പോൾ ഉപകരണത്തിൽ 0.0000 റീഡിംഗ് കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഇതിനാവശ്യമായ നിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും DGPക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. മുൻ പരിശോധനയിൽ നിന്നുള്ള ആൽക്കഹോളിന്റെ അംശം ബ്രെത്തലൈസറിൽ കലർന്നിട്ടില്ലെന്ന് ഉറപ്പാക്കുകയാണ് ബ്ലാങ്ക് ടെസ്റ്റിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നും കോടതി വ്യക്തമാക്കി. ബ്ലാങ്ക് ടെസ്റ്റ് റീഡിംഗ് 0.0000 എന്നതിനെ ആശ്രയിച്ചാണ് ബ്രെത്തലൈസർ പരിശോധനയുടെ ആധികാരികത വിലയിരുത്തുന്നതെന്നും കോടതി പറഞ്ഞു. എന്തായാലും ഇതോടെ ഡിപ്പോയിൽ ചക്കപ്പഴത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നല്ല മധുരമുള്ള പഴങ്ങൾ പഴക്കം മൂലം പൊളിച്ചാൽ അതിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്താൻ സാധിക്കും. പൊളിക്കാൻ സഹായിക്കുന്ന ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് എന്നീ ഘടകങ്ങൾ ചക്കപ്പഴത്തിലുണ്ട്. എന്നാൽ ചക്കപ്പഴം ആ അവസ്ഥയിൽ കഴിക്കാൻ പോലും പ്രയാസമായിരിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ടിൽ ഹർജിക്കാരന്റെ ശ്വസന സാമ്പിൾ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ബ്ലാങ്ക് ടെസ്റ്റിൽ റീഡിംഗ് 412 മില്ലിഗ്രാം 100 ml ആയിരുന്നു കാണിച്ചത്. മറ്റ് വൈദ്യപരിശോധനകളൊന്നും നടത്താത്തതിനാൽ മദ്യത്തിന്റെ അളവ് കണ്ടെത്താനും സാധിച്ചില്ല.